അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അതാ മുംതാസിൻ്റെ ഫോണിലേക്ക് ഭർത്താവ് വിളിക്കുന്നു. അവൾ ഭയത്തോടെ ഫോണെടുത്തു. ഹലോ. ആ മുംതു. വളരെയധികം സ്നേഹത്തോടെ അയാളുടെ ആ ഒരു പെരുമാറ്റം കണ്ട് അവൾ ശരിക്കും ഞെട്ടി. മുംതാസ്, അല്ല, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റോ? എങ്ങോട്ട്? അത് അമേരിക്കയിലേക്ക് പോകണം, പെട്ടെന്ന് പോകണം. പിന്നെ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കാവില്ല പെണ്ണേ. ആ, എന്ത് നിങ്ങൾ പറയുന്നത്? ഉപ്പയുടെ ഈ അത്യാസന്നമായ നിലയിൽ ഇന്ന് എൻ്റെ ബ്രദറും വരും. നിങ്ങൾ എന്തീ പറയുന്നത്? 10 മണിക്കാണ് രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ്. എന്താ പറ്റില്ലേ? അതെങ്ങനെ? അവൾക്ക് സങ്കടം വന്നു. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാലും എന്തിനാ പെണ്ണെ കരയുന്നത്? നിനക്ക് ഞാനില്ലേ? ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ. പിന്നെ ഉപ്പയുടെ അടുക്കലേ ഇപ്പോൾ നിൻ്റെ ഫൈസിക്കയും ഉണ്ടാവും, പിന്നെ നിൻ്റെ സ്വന്തം ഇക്കാക്കയും ഇന്നെത്തും. പിന്നെന്താ പേടിക്കാൻ? പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് കഴിയണത് അത് അത്രയൊക്കെ തന്നെ കഴിയുള്ളൂ. ആണുങ്ങൾ നോക്കുന്ന പോലെ ആവില്ലല്ലോ പെണ്ണുങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. ആര് പറഞ്ഞു? എനിക്ക് എൻ്റെ ഉപ്പയെ കണ്ടിരിക്കണം. അതുതന്നെയാണ് എനിക്ക് വലിയ സന്തോഷം. ഉപ്പാക്കും തന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ പൊന്നെ. നമുക്ക് ഇന്ന് എന്തായാലും ഫ്ലൈറ്റ് ഇതാ 10 മണിക്ക് കേട്ടോ. ഇതാ ഞാൻ ടിക്കറ്റിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയക്കാം. അതെ പ്ലീസ്, നിങ്ങൾ എന്നെ ചതിക്കരുത്. ചതിക്കേ? എന്താ പെണ്ണെ? അതെ, അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, വൈഫിനെ കാണുമെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് പോകണം. എന്താ പൊന്നെ നീ ഇങ്ങനെ? നീ അല്ലെങ്കിൽ ഇവിടെ എത്തിയ ആളങ്ങ് മാറിപ്പോവും. എന്താ, ഞാൻ നിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കായിട്ടാണോ? തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു പെരുമാറ്റം അവൾക്ക് പണ്ടേ സംശയമുണ്ട്. അന്നൊരു ടൂറിനെ അങ്ങനെ കൊണ്ടുപോയത്, പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടായി. ഇപ്പോഴും ഇതാ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നു. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. അവൾ കരയുവാൻ തുടങ്ങുന്നു. ഉമ്മ അങ്ങോട്ട് ചെന്ന്, മോളെ എന്താ ഫോൺ വിളിച്ചിങ്ങനെ കരയണത്? ഉമ്മ, അതെ, ഇന്ന് രാത്രി ഇന്ന് 10 മണിക്ക്. ആ പറ പെണ്ണെ, ഇന്നെന്താ 10 മണിക്ക്? ഇന്ന് 10 മണിക്കുള്ള ഫ്ലൈറ്റിൽ. ആ ഫ്ലൈറ്റിൽ ഇക്കാക്ക വരുന്നല്ലേ? ആ അവൻ വരുമല്ലോ, അതിനെന്താ, സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല പിന്നെന്താ, എനിക്ക് പോകണം. ടിക്കറ്റ് എടുത്തുന്നേ. പഠിച്ചോനെ, എൻ്റെ കുട്ടി 2 ദിവസം കൂടെ ഒന്ന് ഉപ്പാൻ്റെ ഒപ്പം നിൽക്കാതെ പോവുകയാണോ? ഉമ്മ എനിക്ക് പോകാൻ ആഗ്രഹമില്ല. ഇന്ന് രാത്രി തന്നെ ഫ്ലൈറ്റിന് പോവുകയെന്ന് വെച്ചാൽ. അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയുന്നു. മോളെ, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം, എന്താന്നില്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപ്പാക്ക് കയറിക്കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയൂലല്ലോ. സാരല്ല, ഫോൺ കൊണ്ട് കാട്ടിക്ക. ഉമ്മ ഫോൺ വാങ്ങി. ഹലോ മോനെ അജിയേ. ആ പൊന്നു മോനെ, ഇന്ന് രാത്രി പോവാന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താ ശരിയാണോ? പിന്നെന്താ, എനിക്ക് മീറ്റിംഗ് കാര്യങ്ങളിൽ എനിക്കിങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ഇവിടെ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ. എന്ത് ആവശ്യത്തിനാണ് അവളവിടെ നിൽക്കുന്നത്? അത് മോനെ, ഓളുപ്പല്ലേ, അവൾക്ക് എത്ര സങ്കടം ഉണ്ടാവും. എത്ര ദൂരത്തേക്ക് നിങ്ങൾ പോണത്. എന്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്ന് പെട്ടെന്ന് ഓടി എത്താൻ പോലും പറ്റില്ലല്ലോ. മോനെ, എന്തിനാണ് ടിക്കറ്റ് ഇപ്പം തന്നെ എടുത്തത്? പിന്നെന്താ, എനിക്കിവിടെ അങ്ങ് നിന്നാൽ മതിയോ? എനിക്ക് എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ ബിസിനസ്സൊക്കെ ഉള്ള ആളല്ലേ, എനിക്ക് ഇവിടെ നോക്കാനൊക്കെ ആളുകളില്ലേ. പിന്നെ എന്ത് കാര്യത്തിനാണ്? മോനെ അത് പറയല്ലേ. ഓളപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഖേദമായി തീരും. എനിക്കൊന്നും കേൾക്കണ്ട. ഇന്ന് ടിക്കറ്റ് എടുത്തതാണ്, പിന്നെ അതങ്ങനെ നഷ്ടപ്പെടുത്തിയാലേ അത്രയ്ക്കും ക്യാഷ് നഷ്ടപ്പെടുക. അത്രയും ക്യാഷ് കൊടുത്ത് ടിക്കറ്റൊക്കെ 2 പേർക്ക് എടുത്തിട്ട് ഇപ്പോൾ അതെന്താ ക്യാൻസൽ ആക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? മോനെ, പൈസ ഉണ്ടാക്കിയാണ്ടാവൂലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളോട് പോരാൻ പറയും. എന്താന്നില്ലേ, ആവശ്യത്തിന് പൂതി തീർക്കാൻ കൊണ്ടുവന്നു, കാണിച്ചു കൊടുത്തു, ഇനി കൊണ്ടുപോവാണ്. എന്താ, ഞാൻ അവളുടെ ഭർത്താവല്ലേ, എനിക്കും ഉണ്ടാവില്ല കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? അയാളുടെ വാക്ക് കേട്ട് ഉമ്മ വരെ കരഞ്ഞു പോയി. പഠിച്ചവനെ, എന്താ റബ്ബേ ചെയ്യാ? ഉപ്പയോടത് പറഞ്ഞാൽ ഉപ്പ വിഷമിക്കും, ഹൃദയം പൊട്ടി മരിക്കും. അതുകൊണ്ട് തന്നെ ഉപ്പയോട് ഇപ്പോൾ തന്നെ പറയണ്ട ഇത്. മോളെ, അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോള് വിഷമിക്കണ്ട, ഉപ്പാനോടിത് പറഞ്ഞ ഉപ്പ ടെൻഷനാവും. ഉപ്പ അറിയും വേണ്ട. മോള്, എനിക്ക് വിടാൻ തീരെ താല്പര്യമില്ല എൻ്റെ കുട്ടീനെ. ഉമ്മ, ഞാൻ പോണില്ല. മോളെ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ വലിയ വാശിക്കാരനല്ലേ. വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിലോ? ഉമ്മ, കഴിയൂല. എന്താ മോളെ?
അയാളുടെ കൂടെ ജീവിക്കാൻ പ്രയാസമാണുമ്മ. പൊന്നു മോളെ, ഈ എന്തീ പറയണത്? അതെ ഉമ്മ, സത്യം. വലിയ വാശിക്കാരനാണ് ചില സമയത്ത്. മോളെ, എന്തൊക്കെയാ ഈ പറയുന്നത് റബ്ബേ? എല്ലാം നല്ല രീതിയിലാണെന്ന് വിചാരിച്ച് നിൽക്കല്ലേ? ഇതൊക്കെ എപ്പോൾ? ആ ഉമ്മ, എനിക്ക് പല സമയങ്ങളിലായിട്ട് ഉപദ്രവങ്ങളും ചീത്ത വാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ്. ഞാൻ പോണില്ല ഉമ്മ. മോളെ, പഠിച്ചോനെ, എന്താ റബ്ബേ കാട്ടുക? എന്തൊക്കെ തന്നെയാലും ഒന്ന് കെട്ടിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കെട്ടിച്ച് രണ്ടാം കെട്ട് എന്നുള്ള പേര് വരില്ല എൻ്റെ കുട്ടിക്ക്. ഓന് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളൊക്കെ തന്നെ, പക്ഷേ സ്വഭാവം ഇല്ലല്ലേ? അത് ഞാൻ അറിഞ്ഞിരുമോ? നമുക്കറിയില്ലല്ലോ, ചക്കല്ലല്ലോ ചൂ നോക്കാൻ. കുഴപ്പമില്ലാത്ത രീതിയിൽ മക്കൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടെന്ന് കാണുമ്പോൾ ഏതൊരു ബാപ്പാരും അത് ആലോചിക്കും. പക്ഷേ വേറൊന്നും ആലോചിച്ചില്ല ഉമ്മ. ദീന് മാത്രം നമ്മൾ നോക്കിയില്ല, എല്ലാം നമ്മൾ നോക്കി. സൗന്ദര്യം നോക്കി, സമ്പത്ത് നോക്കി, തറവാട് എല്ലാം നോക്കി. പക്ഷേ ദീന് മാത്രം നോക്കിയില്ലമ്മ. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും അതാ മുംതാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അവൾ ഭയന്ന് വിറച്ചു. പഠിച്ചോനെ, ഇതാ വീണ്ടും വിളിക്കുന്നു. മോളെ, എടുത്തു നോക്ക്. വേണ്ടമ്മ, എനിക്ക് പേടിയാണ്, എന്നെ ചീത്ത പറയോ. എടുക്ക് മോളെ. ഹലോ, ഉമ്മയാണ് എടുത്തത്. ആ, എന്തായി? പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ സെറ്റായോ? മോനെ, എന്ത് പണിയായി ചെയ്യണത്? എൻ്റെ കുട്ടി വന്നിട്ട് 2 ദിവസമല്ല ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ ഈ ടിക്കറ്റ് എടുക്കണ്ടില്ലായിരുന്നോ? എന്താ ഉമ്മ നിങ്ങളീ പറയണത്? എനിക്ക് പറഞ്ഞാൽ വെറുതെ നിൽക്കുന്ന ആളല്ല. എനിക്ക് ബിസിനസ് കാര്യങ്ങളും മീറ്റിങ്ങുകളാണ്. അത് പങ്കെടുക്കൽ നിർബന്ധമാണ്. ഒരുപാട് ക്യാഷ് ഇറക്കി കളിക്കുന്ന കളിയാണ് എൻ്റെ ഇതൊക്കെ. അതിലൊക്കെ പങ്കെടുക്കാതെ പിന്നെ എന്താ നിങ്ങളീ പറയണത്? തീരെ ഒരു ബോധമില്ലാത്ത വർത്താനം. ഉമ്മയോട് അല്പം ദേഷ്യത്തോടെയാണ് മരുമകൻ പെരുമാറിയത്. ഉമ്മ പിന്നീടൊന്നും പറഞ്ഞില്ല. മോളെ, ഫോണ് അവൾക്ക് നേരെ നീട്ടി. ഹലോ, എന്താടി എൻ്റെ ഉമ്മക്ക് തീരെ ലെവലില്ലേ? എന്താ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്നാണ് പറയണത്? ഹേയ്, ഒരിക്കലും കേട്ടോ, അതിനെന്നെ കിട്ടൂല. അത് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി. അത്രയും വില കൊടുത്ത ടിക്കറ്റും ഇതൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി 10 മണിക്ക് പോകും. ഇനിയും ടൈമുണ്ടല്ലോ, എത്രയോ ടൈമുണ്ട് ഇനിയോ. എനിക്ക് എൻ്റെ ആങ്ങളിനെ കാണാനും എല്ലാത്തിനുള്ള ടൈമുണ്ട്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോരാൻ നോക്ക്. ഇല്ല, ഞാൻ വരുന്നില്ല. ഇന്ന് ഞാൻ വന്നാൽ എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉപ്പയെ കാണാൻ പോലും എനിക്ക് കഴിയില്ല. ഒന്ന് പോകുന്നുണ്ടോ? ഏറി വന്നാൽ തട്ടിപ്പോവും, അതല്ലേ ഉള്ളൂ. അതെ, ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വെച്ചോ. എന്നാലേ എപ്പോഴെപ്പോഴും കാണാലോ, സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഇങ്ങോട്ട്. നിങ്ങളിത്ര മനസ്സാക്ഷി ഇല്ലാത്ത സംസാരം. എന്ത് മനസ്സാക്ഷി? കുറച്ചൊക്കെ പ്രായമായാൽ ഒരു ഭാരമായി ഭൂമിയിൽ നിൽക്കണോ? അതൊക്കെ ഇങ്ങോട്ട് ഒഴിഞ്ഞു തരണ്ടേ? എന്താ ഈ പറയണത്? അവളത് കേട്ട് പൊട്ടിക്കരഞ്ഞു. ദയവായി ഇതുപോലുള്ള സംസാരങ്ങൾ നിങ്ങൾ സംസാരിക്കരുത്. എൻ്റെ ഉപ്പയെക്കുറിച്ച്. എൻ്റെ ഉപ്പ പോയി എനിക്ക് ആരാ? നിനക്കുണ്ടാവുമല്ലോ മറ്റവൻ, ആ ഫൈസൽ എന്ന പേരുള്ള ആ ഒരു സെർവൻറ്റ്, നിങ്ങളെ വീട്ടിൽ എച്ചിലും നക്കി നടക്കുന്ന ആ ഒരു സെർവൻറ്റ്. അവൾക്ക് അത് കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. പഠിച്ചോനെ, എൻ്റെ ഉപ്പയും അമ്മയെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പക്ഷെ ഇയാൾ എന്തൊരാളാ റബ്ബേ, വല്ലാത്തൊരു പുതുമ. അതെ, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാനിന്നില്ല. എടീ, എന്നെക്കൊണ്ട് ഈ പറയിപ്പിക്കണ്ട കേട്ടോ. നിന്നെ സ്നേഹത്തോടെ ഞാൻ വിളിച്ചത്. സ്നേഹത്തോട്, അത്യധികം സ്നേഹത്തോട് വിളിക്കുമ്പോൾ വരണം. ഭർത്താക്കന്മാർ വിളിക്കുമ്പോൾ നിനക്കറിയില്ലേ? നീ വലിയ പഠിപ്പുകാരിയാണല്ലോ. ഇപ്പം ഇതൊക്കെ മറന്നോ? ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല, അമേരിക്കയിലേക്കല്ലേ, സഹിക്കില്ല. ആ പിന്നെ നീ എന്താ കരുതിയത്? ഞാൻ നിന്നെ ഇവിടെ ഇട്ടിട്ടങ്ങ് പോകുന്നില്ലേ? ഒരിക്കലും ആ ഒരു ആഗ്രഹം നീ മനസ്സിൽ വെക്കണ്ട കേട്ടോ. നിന്നെ തേടി പിടിച്ച് ഞാൻ വലിച്ചു കൊണ്ടുപോകും. ഫ്ലൈറ്റിൽ അടിച്ച് കയറ്റും നിന്നെ ഞാൻ, നോക്കിക്കോ. അല്ല, ഒന്നിനും മടിക്കാത്തതാണ് അയാൾക്ക് വേണമെങ്കിൽ ആളെ കിട്ടും ചെയ്യും എല്ലാത്തിനും. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഉമ്മ ചോദിച്ചു, മോളെ എന്തോ പറഞ്ഞത്? മോളെ, പേടിയാണ്ട് ബേജാറാണ്ട്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ കുട്ടീൻ്റെ ഭാവി ആലോചിച്ച് നോക്കുമ്പോൾ ഉപ്പാൻ്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയല്ലേ. ഭാവി ആലോചിച്ചൊക്കെ നോക്കുമ്പോൾ എല്ലാം. ഉമ്മ, ഏറി വന്നാൽ എന്നെ ഒഴിവാക്കും, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് വിഷയമില്ലമ്മ, അതെനിക്ക് കുഴപ്പമില്ല. മോളെ, ഉപ്പാനോട് കാര്യങ്ങൾ പറയണ്ട. ഉപ്പ സന്തോഷത്തോടെ നിൽക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഇല്ലമ്മ, ഒഴിവാക്കും. അതല്ലേ ഉള്ളൂ ഡൈവേഴ്സ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ.
എന്നാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഒരാളുടെ കാൽക്കീഴിൽ പേടിച്ച് ജീവിക്കാൻ എനിക്കാവില്ല. പഴയ കാലത്തൊക്കെ സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിലും അങ്ങനെയൊക്കെ ഒരുപാട് പീഡനം അനുഭവിച്ച പെൺകുട്ടികളുണ്ട്. പണ്ടും പൈസ കുറവാണ് എന്നതിൻ്റെ പേരിൽ ഒരുപാട്. പക്ഷേ ഇപ്പോൾ അതൊന്നല്ല. അയാൾ വേറെന്തൊക്കെയൊരു ടൈപ്പ് ആളാണ്. അറിയില്ല, എന്തൊക്കെ മയക്കുമരുന്ന് യൂസ് ചെയ്യണ്ടോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആളല്ലാതായി മാറും അത്രേ. പഠിച്ചോനെ, എനിക്ക് പേടിയാണ്. ഇപ്പം അയാൾ എന്നെ നല്ലോണം സോപ്പിടുന്നുണ്ട്. പെട്ടെന്ന് അതാ ഉപ്പ വിളിക്കുന്നു. മോളെ എടി ഉപ്പ വിളിക്കുന്നു. അതാ ഉപ്പയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ ഉപ്പാൻ്റെ കുട്ടീൻ്റെ മുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. എൻ്റെ കുട്ടി എവിടേക്കാ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണത്? ഇവിടെ ഇരിക്കുങ്ങളേ, എനിക്ക് നിങ്ങളല്ലേ ഉള്ളത്, എനിക്ക് എൻ്റെ കുട്ടിയല്ലേ ഉള്ളത്. ഉപ്പ ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ കുട്ടി എവിടേക്കും പോകല്ലേ കേട്ടോ, കുറച്ച് ദിവസം എൻ്റെ ഒപ്പം തന്നെ നിൽക്കിട്ടോ. എനിക്ക് കാണണം നിങ്ങളെ മുഖം കണ്ടാൽ എനിക്ക് സമാധാനമാണ്. സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഉപ്പ അവളെ തലോടിക്കൊണ്ടിരുന്നു. ഉപ്പ ഇല്ല, എൻ്റെ ഉപ്പാനെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോവില്ല. മോളെ അവനെവിടെ? അജി എവിടെ? അവനെ വിളിക്കേ. ഉപ്പ അത് പുറത്താണ്. ഓനിവിടെയൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടേക്കാറല്ലേ. എന്നാൽ എൻ്റെ കുട്ടിയൊന്ന് പറയും ഓനോട് തിരിച്ചു പോകാൻ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയും കേട്ടോ. ഉപ്പ ഇന്ന് രാത്രി ടിക്കറ്റ് എടുത്ത കാര്യമൊന്നും അവൾ ഉപ്പയോട് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഉപ്പ വളരെയധികം വേദനിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ ഈ സമയം അതാ ജഗലളകി വരികയാണ്. അയാൾ എൻ്റെ വാക്കിന് വിലയില്ലാത്ത ഒരുത്തി, എന്ത് വലിയ കോടീശ്വരിയാണ്. എന്തൊക്കെ തന്നെയാലും എന്താ ബഹുമാനം, അഹങ്കാരത്തിൽ മുളച്ചതാണ് അവൾ. ബഹുമാനം എന്നുള്ള സംഭവം അവൾക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അവൻ്റെ കൂടെ അങ്ങ് രമിക്കാനായിരിക്കും ഉദ്ദേശം. അതേ വിടില്ല കേട്ടോ, അത് സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. അവൻ നേരെയതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു. ആരാ വാതിൽ തുറന്നു നോക്ക്? സിസ്റ്ററാണ്. ഉപ്പാക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട് കേട്ടോ. ഇതാണല്ലേ മോള്? ഞാൻ ഇന്നലെ ലീവായപ്പോഴേ എന്താ മോള് അമേരിക്കയിലാണോ? ഓക്കെ, പിന്നെ എന്തൊക്കെ തന്നെയായാലും ഉപ്പാക്ക് സുഖമായിട്ട് പോയാൽ മതി കേട്ടോ. അതായത് ലോങ് അല്ലേ ഒരുപാട്. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ UAE പോലുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് 3-4 മണിക്കൂർ കൊണ്ട് എത്തും. അമേരിക്ക ആകുമ്പോൾ കുറച്ച് ദൂരെയല്ലേ. പിന്നെ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മോൾ ഉപ്പയുടെ കൂടെ ഇരിക്കും. ഉപ്പാക്ക് എപ്പോഴും മോളെയാണ് ഇഷ്ടം. അവൾ ചിരിച്ചുകൊണ്ട് സിസ്റ്ററോട് പറഞ്ഞു, അതെ എനിക്കും ഉപ്പയെ. നിങ്ങൾ തമ്മിൽ അധികം ഒരു ആത്മബന്ധമുണ്ട്. അത് ഓരോരുത്തരുടെ സന്തോഷങ്ങൾ. ഉപ്പയുടെ സമാധാനം നീയാണെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നേ വേണം. അല്ലാതെ കിട്ടിയൻ്റെ കൂടെ ഇപ്പത്തിനിട്ട് പോരുതിട്ടോ മോളെ. ഒന്ന് മാറിക്കോട്ടെ, മാറി ഡിസ്ചാർജൊക്കെ ആയിട്ട് സാവധാനത്തിൽ പോവാട്ടോ. നല്ല രീതിയിൽ അത് സിസ്റ്ററുടെയും ഡോക്ടറുടെയൊക്കെ ആ ഒരു നിർദ്ദേശങ്ങൾ അത് അവൾക്ക് മനസ്സിൽ കുളിര് കോരി. അവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് അതാ അയാൾ അങ്ങോട്ട് കയറി വരുന്നു. തുറക്കടി മുംതാസ്. അവൾ ഭയന്ന് വിറച്ചു. പഠിച്ചോനെ, ഈ ഹോസ്പിറ്റലിലേക്ക് എന്തിനാ ഓനെ ഇളകി വരുന്നേ? ഇങ്ങോട്ട് വാ. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക്. നീ വരുന്നുണ്ടോ ഇല്ലേ? പെട്ടെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്ക്. ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അവൾ കരഞ്ഞു. ഇവിടെ നിന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല, നീ പോര്. എന്താന്നില്ലേ, ഇതിനപ്പുറത്തേക്കായിട്ട് ഞാൻ എങ്ങനെ നിന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. പോരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ പോരുന്നില്ല. അതെന്താ പോരാത്തത്? നിനക്ക് മറ്റവൻ. ദയവായി നിങ്ങൾ ആ വാക്ക് പറയരുത്. എന്താടി പറഞ്ഞാൽ? ഞാൻ കണ്ടതല്ലേ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതല്ലേ നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിരിക്കുന്നത്. എപ്പോൾ? ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ. ഞാനങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയി. അത് എന്തോ കാര്യം ചോദിച്ചതാണ്. എന്ത് കാര്യം എന്നൊക്കെ അറിയാം. നിങ്ങൾ രണ്ടുപേരും ഒത്ത എന്താ പറയാത്തത്? ഒന്നുമില്ല, ഒരിക്കലും ഞങ്ങൾ തെറ്റായ രീതിയിലൊന്നും സംസാരിക്കാറില്ല. ഉപ്പയെക്കുറിച്ചും അങ്ങയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. നീ കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യമില്ല. നീ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? പോര്. എടുക്കാനുള്ളതൊക്കെ ഉണ്ടോ ഇവിടെ? എന്നാ ഇറങ്ങ്. അവളെ ശക്തമായി അയാളതാ പുറത്തേക്ക് തള്ളിക്കൊണ്ടു പോകുന്നു. നേരെ തള്ളിപ്പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അവൻ്റെ ശക്തമായ കൈകൾ കൊണ്ട് ആങ്ങിയൊങ്ങി അതാ മുംതാസിൻ്റെ കവിളത്ത് ഒരൊറ്റടി. പക്ഷേ ആ അടി കൊണ്ടത് മുംതാസിൻ്റെ കവിളത്തായിരുന്നില്ല, അവിടെ ഫൈസലിൻ്റെ കൈകളായിരുന്നു വന്നത്. എന്താടോ പെണ്ണുങ്ങളങ്ങനെ ഉപദ്രവിച്ച് എങ്ങോട്ടാണ് വലിച്ചു കൊണ്ടുപോകുന്നത്? ദേ, നീ ഇവിടുത്തെ സെർവൻ്റാണ്, ഇതിൽ ഇടപെടാൻ നിനക്ക് അവകാശമില്ല. പോ. എങ്ങനെ?
ആ പിതാവിൻ്റെ മകളാണിതെങ്കിൽ എനിക്ക് ഇവളെ സംരക്ഷിക്കാനുള്ള ചുമതലയുണ്ട്. അളിയാ പോയിത്താ, അല്ലാതെ ഇവളിട്ട് കഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല ആ പിതാവ്. ദയവായി നിങ്ങൾ പോയി തരണം. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഹോസ്പിറ്റലാണ്, പൊതുവായ സ്ഥലമാണ്. ഇവിടെ വെച്ചൊരു പെണ്ണിനെ അതിദാരുണമായി തല്ലിക്കൊല്ലുക എന്നൊക്കെ വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഫൈസൽ അല്പം ആണത്തത്തോടെയാണ് അത് പറഞ്ഞത്. എടാ നീ എന്തിനാ ഇതൊക്കെ ഇടപെടുന്നത്? ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും നല്ല ഒന്ന് പോയി തരുമോ അളിയ? ഞാൻ നിങ്ങളെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്നെ പലവട്ടം ആക്രമിക്കാൻ, എന്നെ അത്രക്കും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ടും ഞാനത് അറിയാത്ത പോലെ അഭിനയിച്ചത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്താ മുംതാസിനെ പോറ്റാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആഹാ, എന്നിട്ട് വേണം നിനക്ക് കെട്ടാനല്ലേ? ഹേയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അവളെ ബുദ്ധിമുട്ടില്ലാതെ പോറ്റാൻ പറ്റുമോ ഇല്ലയോ അത് പറ. അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവോ, ഞങ്ങൾ അങ്ങനെ എന്ത് വേണമെങ്കിലും തീരുമാനിക്കും. അത് നിനക്കാരാ അത് പറയാൻ അധികാരം? പെട്ടെന്നതാ ഒരാൾ അങ്ങോട്ട് കയറി വരുന്നു. മുംതാസിൻ്റെ അതേ മുഖഷേപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. എന്താ പ്രശ്നം? ആ ഇക്ക. അവൾ നേരെ ഓടിച്ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളുടെ അടുക്കലേക്ക് എത്തി. അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഇക്ക, എനിക്ക് കഴിയില്ല ഇക്ക. എന്താ മോളെ മുംതാസ്, എന്തു പറ്റി? എന്താ ഇക്ക? എന്താ അളിയാ ഇവിടെ എന്ത് പ്രശ്നം? ഇക്ക, എനിക്ക് ഉപ്പയെ വിട്ട് പോകാൻ തോന്നുന്നില്ല. ഓഹോ, അതാണോ? അളിയാ, നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോളൂ. മുംതാസ് ഇവിടെ നിന്നോട്ടെ. അത് അവളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഉപ്പാക്ക് സീരിയസ് ആയി വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പോയിക്കോളൂ. എല്ലാവരും കൂടി എന്നെ അങ്ങ് പുറത്താക്കാനാണ് പ്ലാനിങ് അല്ലേ? അതല്ല, നിങ്ങൾ തിരക്കില്ലെങ്കിൽ ഇവിടെ നിന്നോളൂ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. അളിയനല്ലേ, ഉപ്പയുടെ മരുമകനല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നിങ്ങൾ പറഞ്ഞേക്കല്ല. അത്ര തിരക്കാണെങ്കിൽ മാത്രം പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. എന്താ ആങ്ങളെയും ഫൈസലും മുംതാസും അവിടെ ഒരു നാടകീയ രംഗം അരങ്ങേറിക്കഴിഞ്ഞു. അതെ, എൻ്റെ പെണ്ണാണ്, ഞാൻ കെട്ടിയ പെണ്ണാണ്, എൻ്റെ ഭാര്യയാണ്. എനിക്കാണ് അവളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്, അല്ലാതെ ആങ്ങളെയോ ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഇയാളോ അല്ല. അല്ല, എന്ത് നിങ്ങളീ പറയുന്നത്? നിങ്ങൾ ദയവായി ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഞാൻ കരുതിയത് എൻ്റെ മുംതാസിൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണെന്നാണ്. പക്ഷെ നിങ്ങൾ പ്രയോഗിക്കുന്ന ഈ വാക്കുകൾ അതൊട്ടും ശരിയല്ല അളിയ. എന്താ നിങ്ങളിങ്ങനെ? അളിയൻ? നിങ്ങളുടെയൊക്കെ ആരാ ഞാൻ അളിയൻ? നിങ്ങളുടെ ഈ എച്ചിലൊക്കെ തിന്ന് കഴിയുന്ന നിങ്ങളുടെ അളിയനാണോ ഞാൻ? ഒരിക്കലുമല്ല. എനിക്ക് എൻ്റേതായ വഴിയുണ്ട്. പക്ഷേ മുംതാസിനെ ഞാൻ വിട്ടുതരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. അവളെ പിടിച്ചു വലിച്ച് അയാൾ വീണ്ടും ലിഫ്റ്റിലേക്ക് കയറ്റുവാൻ നിൽക്കുമ്പോൾ അതാ അവൻ്റെ കൈകൾ, വേണ്ട അളിയെ പോയിക്കോളൂ, അവളെ ഞാൻ നോക്കിക്കോളൂ, അവൾ എൻ്റെ പെങ്ങളാണ്. ഫൈസലും നോക്കി നിന്നു. വല്ലാത്തൊരു. അയാൾ ലിഫ്റ്റിലേക്ക് ഇറങ്ങി താഴേക്ക് പോയി. ഇക്കാക്കയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഇക്കാക്ക ഇല്ല, ഞാനിന്നില്ല അയാളുടെ കൂടെ. എന്താ മോളെ നീ പറയുന്നത്? ഇല്ലക്ക, എനിക്ക് കഴിയില്ല, അത്രക്കും ക്രൂരനാണ് അയാൾ. മോളെ എന്തേ മുഖത്തൊക്കെ അതൊക്കെ ഒരടിയൊക്കെ കിട്ടുന്നതാണ്. ഓ സാരല്ല, അവനെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. എൻ്റെ പെങ്ങളെ തല്ലാൻ മാത്രം അവൻ്റെ കൈകൾ ഉയർന്നോ? നടക്കില്ലത്. ഫൈസൽ, നീ കണ്ടോ? അതെ, ഇവളെ നേർക്ക് നല്ല അടി കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ തടുത്തു. ഫൈസൽ, നീ സംരക്ഷിക്കണം ഇവളെ, അല്ലാതെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുന്നില്ല. ദയവായി നിങ്ങൾ സംരക്ഷിക്കണം. ഇൻഷാ അല്ലാ. പെട്ടെന്ന് അതാ ഉമ്മയുടെ വിളി കേൾക്കുന്നു. മോളെ ആരെങ്കിലും വരി, ഉപ്പാക്ക് എന്തൊരു ശ്വാസതടസ്സം അങ്ങനെ വരുന്ന പോലെ. ഉമ്മ വാതിൽ തുറന്ന് വിളിച്ചപ്പോഴേക്കും ഫൈസലും ആങ്ങളെയും പെങ്ങളും കൂടി അതാ ഉള്ളിലേക്ക് പോകുന്നു. അല്ല, ഇതാരാ? ഉമ്മാൻ്റെ പൊന്നുമ്മ വന്നോ? അതെ ഇക്ക, നോക്കി നിങ്ങളെ മോന്ത വന്നിക്കണേ, നമ്മളെ മോനെ. ഇതാ എവിടെ എൻ്റെ കുട്ടി? ഉപ്പ എന്തു പറ്റി? ഉപ്പാക്ക് ശ്വാസതടസ്സം കൂടുകയാണ്. ഉപ്പ എന്തു പറ്റി? സിസ്റ്റർ വിളിക്ക്. ഉപ്പ ഞാൻ വന്നുപ്പാ, ഉപ്പാൻ്റെ കുട്ടി വന്നിക്കണേ. ദാ ഉപ്പയുടെ നെറ്റിയിൽ ചുംബനം അർപ്പിച്ചുകൊണ്ട് ആ മകൻ ഉപ്പയുടെ അരികിലായിട്ട് ഇരുന്നു. തൊട്ടപ്പുറത്ത് മുംതാസും. മോനെ, ഉപ്പാൻ്റെ കുട്ടി വന്നോ? ഉപ്പാക്ക് അധിക കാലമൊന്നും ഉണ്ടാവും തോന്നില്ല. ഉപ്പ ഹേയ് ഉമ്മ, ഡോക്ടർ. അപ്പോഴേക്കും ഡോക്ടർ നഴ്സുമാർക്ക് ഓടിയെത്തി. അവർ ഓക്സിജൻ പെട്ടെന്ന് സെറ്റാക്കി കൊടുത്തു.
ഇല്ല കുഴപ്പമില്ല, അത് കുറച്ച് ടെൻഷൻ ആയതിൻ്റെതാണ് കേട്ടോ, കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. അവർ അവിടെ നിന്ന് പോയി. മോനെ, ഉമ്മാൻ്റെ കുട്ടി എപ്പോഴെത്തിയത്? ഉമ്മ ദാ ഇപ്പോൾ വരികയാണ്, വരുന്ന വഴിക്കൊരു സീനും കണ്ടു വരികയാണ്. ഉമ്മ ആകെ ചടച്ചു പോയി. എന്ത് സീന്? പെട്ടെന്ന് ഫൈസൽ അത് അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, വേണ്ട ഒന്നും പറയണ്ട എന്നുള്ള രീതിയിൽ. ഉപ്പാക്ക് ടെൻഷനാവും എന്നറിഞ്ഞുകൊണ്ട്, അതല്ലേ, അതവിടെ എന്തോ ഒരു സമരമോ കാര്യങ്ങളോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട്. ഓ, ഞാൻ വിചാരിച്ചു വേറെ എന്താന്ന് മോളെ ഇന്നും ഉമ്മാൻ്റെ കുട്ടി പോകണ്ട കേട്ടോ, ഞാൻ നാളെ പോട്ടോ. അവൾ ഒന്നും പറഞ്ഞില്ല. ദയനീയമായി അവൾ തൻ്റെ ആങ്ങളയുടെ മുഖത്തേക്ക് നോക്കി. മുഹ്സിനയുടെ ആങ്ങള പലതും ചിന്തിക്കുന്നു. എൻ്റെ പെങ്ങൾ എത്രമാത്രം ഉപദ്രവിച്ച് അവനെ വെറുതെ വിടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്താ ഇതിനൊരു പരിഹാരം? ഒരു പെണ്ണിനെ വെറുതെ തല്ലിച്ചതുക്ക്, ഹയ്യേ, ഞാൻ അതും എൻ്റെ ഉപ്പ പൊന്നു പോലെ നോക്കിയുണ്ടാക്കിയതാണ് എൻ്റെ കുട്ടിനെ. ഞാനിപ്പോലും ഇല്ലായിരുന്നു, എന്നെ കാണാനില്ലായിരുന്നു. അങ്ങനെയാണ് അവൾ ജനിച്ചു വീണത്. അവളെ താഴത്തും തലയിലും വെക്കാതെ നോക്കി വളർത്തിയുണ്ടാക്കി. അവളെ വിവാഹം കഴിച്ചു വിട്ടപ്പോൾ അവളുടെ സ്ഥിതി ഇതാണെങ്കിൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് പോവില്ല. അത് ഞാൻ സമ്മതിക്കില്ല. മോളെ മുംതാസ്. ഇക്കാൻ്റെ കുട്ടി ഒന്നിൻ്റെ കൂടെ വരുമോ? എന്തിക്ക? അല്ലേ, കുറച്ച് കാര്യങ്ങൾ ഇക്ക. അവൾ വീണ്ടും ഇക്കയുടെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു. ഇല്ല, നമുക്കെല്ലാം പ്രശ്നം പരിഹരിക്കാം, നീ വിഷമിക്കണ്ട കേട്ടോ, നീ വിഷമിക്കണ്ട. പറ, ഇക്കാൻ്റെ കുട്ടിക്ക് എന്തൊക്കെയാണുള്ളത്? എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇക്കാൻ്റെ കുട്ടി എന്നോട് തുറന്ന് പറയണം. പറയില്ലേ? ഇല്ലേ, കരയല്ലേ? എൻ്റെ പെങ്ങളിങ്ങനെ കരയാൻ പാടില്ലല്ലോ. ഈ കണ്ണുകൾ നിറയുന്ന ഉപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒരിക്കലും എന്നെ കാണാതെ ഒരുപാട് കഷ്ടപ്പെട്ട് കരഞ്ഞ് ദിവസങ്ങൾ എണ്ണി നീക്കി അവസാനമായിട്ട് നീ ഉണ്ടായപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം വന്നെത്തിയത്. ഈ കനുകുട്ടിയെ കരയാൻ പാടില്ല. എപ്പോഴും പുഞ്ചിരിച്ച് മുഖല്ലേ കനുകുട്ടിക്ക് വേണ്ടത്. ഒരിക്കലും ഇങ്ങനെ കരയല്ലേ. എന്താ ഇത് എന്താ മോളെ, നിൻ്റെ ഭർത്താവ് എന്താ എത്രക്കാരനാണ്? എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. കഴിയില്ല. കരയല്ലേ. അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറയുമോ? ഇൻഷാ അല്ലാ നമുക്ക്